അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ്. ഇന്നലെ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമായില്ല. രാഹുലും പ്രിയങ്കയും മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന അഭിപ്രായം കമ്മിറ്റിയിൽ ഉയർന്നെങ്കിലും തീരുമാനം പാർട്ടി അധ്യക്ഷനെ വിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പിരിഞ്ഞത്. ഇവരുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. റായ്ബറേലിയും അമേഠിയിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അമേഠിയിൽ വാദ്രയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ രാഹുൽ മത്സരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് 2 മണ്ഡലങ്ങളിലും പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു സൂചനകൾ വന്നെങ്കിലും ഇതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോവുകയാണല്ലോ. കെ പി, ഗുഡ് മോർണിംഗ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സ്ഥാനാർത്ഥി നിർണയം ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് കോൺഗ്രസിനുള്ളിലുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടതു മുതൽ ഉയരുന്ന വിമർശനം അമേഠിയിലും റായ്ബറേലിയിലും, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന് അത്രയധികം വോട്ട് ലഭിച്ചിരുന്ന, കാലങ്ങളായി കോൺഗ്രസ് പ്രതിനിധികൾ മാത്രം വിജയിച്ചു വന്നിരുന്ന മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചിരുന്നില്ല എന്ന വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട്ടിലും കേരളത്തിലും വോട്ടിംഗ് പൂർത്തിയായതോടുകൂടി അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ സജീവമാണ്. പക്ഷേ ഇന്നലെ ചേർന്നിട്ടുള്ള കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ആ കമ്മിറ്റിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും അമേഠിയിലും റായ്ബറേലിയിലും നെഹ്റു കുടുംബത്തിലെ ആരും മത്സരിക്കില്ല എന്നുള്ളതായിരുന്നു തീരുമാനം. കാരണം 2019 വലിയ പരാജയം അമേഠിയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ അവിടെ അമേഠിയിൽ നേരിട്ടിരുന്നു. സ്മൃതി ഇറാനിയോട് വലിയ പരാജയമായിരുന്നു അവിടെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ റായ്ബറേലിയും പിടിച്ചെടുത്തുകൊണ്ട് ഉത്തർപ്രദേശിലെ 80 മണ്ഡലങ്ങളും നേടിയെടുക്കുമെന്ന വലിയ പ്രഖ്യാപനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അമേഠിയിലും റായ്ബറേലിയിലും പരാജയമുണ്ടായേക്കാം എന്ന ഭീതി കാരണമാണ് നെഹ്റു കുടുംബം ഇരു മണ്ഡലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് നെഹ്റു കുടുംബം വിട്ടുനിൽക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ പ്രവർത്തകരുടെ ആവേശം ഇല്ലാതാകുമെന്നും നിലവിൽ കയ്യിലുള്ള റായ്ബറേലിയും നഷ്ടപ്പെടും എന്ന ആശങ്ക ഇതിനോടകം തന്നെ ഉത്തർപ്രദേശ് PCC ഹൈക്കമാൻഡിനോട് അറിയിച്ചിട്ടുണ്ട്, ദേശീയ നേതൃത്വത്തോട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റിയുടെയും ഒപ്പം മുതിർന്ന നേതാക്കളുടെയും ഇന്നലെ ചേർന്നിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന്റെയും അഭിപ്രായം എന്നുള്ളത് അമേഠിയിൽ രാഹുലും റായ്ബറേലിയിൽ പ്രിയങ്ക വദ്രയും മത്സരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് ഈ 2 നേതാക്കളും എത്രത്തോളം തയ്യാറാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാതെയാണ് ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ വലിയ പരാജയ ഭീതി അത് തന്നെയാണ് ഈ രാഹുലായാലും പ്രിയങ്കയായാലും മത്സര രംഗത്തു നിന്നുള്ള ഒരു പിന്മാറാനുള്ള അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇത്ര വൈകാൻ കാരണമല്ലേ? കാരണം സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നു, തൻ്റെ വീടാണ് വയനാട് എന്ന് പറയുന്നു. ഇനി തിരിച്ചൊരു അമേഠിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വഞ്ചനയാണ്. അമേഠിയിലെ ജനങ്ങൾ കൈയൊഴിഞ്ഞ ഒരവസ്ഥയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു നിസ്സഹാവസ്ഥയിലാണ് രാഹുലായാലും പ്രിയങ്കയിലായാലും കോൺഗ്രസ് നേതൃത്വമായാലും, അല്ലേ? കെ പി, കോൺഗ്രസ് നേതൃത്വത്തിന് 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് സംബന്ധിച്ച്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ, താരപ്രചാരകരുടെ എല്ലാം തന്നെ പേരും മണ്ഡലങ്ങളിലും എല്ലാ പാർട്ടികളും ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ പുറത്തുവിടുന്നതാണ്. ഈ അമേഠിയിലും റായ്ബറേലിയിലും ഉൾപ്പെടെ കഴിഞ്ഞ തവണ പരിശോധിക്കുമ്പോഴും അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളും മണ്ഡലങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ താരപ്രചാര ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ സ്വാഭാവികമായും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അമേഠിയെയും റായ്ബറേലിയെയും സംബന്ധിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ 2 മണ്ഡലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന്റെ കോട്ട കുത്തകയായിരുന്നെങ്കിൽ 2019 സ്മൃതി ഇറാനി അവിടെ രാഹുലിനെ പരാജയപ്പെടുത്തിയതോടുകൂടി ഇത്തവണ റായ്ബറേലിയും നഷ്ടപ്പെടും. ഉത്തർപ്രദേശിൽ നേരത്തെ ഉത്തർപ്രദേശും മധ്യപ്രദേശും ഉൾപ്പെടെ ഹിന്ദി ഹൃദയഭൂമിക അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് ഉത്തർപ്രദേശോ മധ്യപ്രദേശോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വരെ കയ്യിലുണ്ടായിരുന്ന
കയ്യിലുണ്ടായിരുന്ന രാജസ്ഥാനോ ഛത്തീസ്ഗഡോ പോലും ഇപ്പോൾ കയ്യിലില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ മണ്ഡലങ്ങളിലൊന്നും സുരക്ഷിതമല്ല എന്നൊരു ചിന്ത കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് ഇത്രയധികം വൈകുന്നത്. അതോടൊപ്പം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റിയുടെ വലിയ സമ്മർദ്ദം കാരണം റായ്ബറേലിയിൽ പ്രിയങ്കയും അമേഠിയിൽ രാഹുലും തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു തീരുമാനം കോൺഗ്രസിന്റെ അധ്യക്ഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തു വന്നാൽ ഇരു നേതാക്കളും രാഹുലും പ്രിയങ്കയും ഉടൻ തന്നെ അയോധ്യയിലെത്തി രാമക്ഷേത്രം സന്ദർശിക്കും എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. അതിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ BJP നേതാക്കളൊപ്പം ദേശീയ തലത്തിൽ സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതുവരെ വയനാടും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാന മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ, അല്ലെങ്കിൽ ഇക്കാലം വരെ അയോധ്യയിലെ രാമക്ഷേത്രത്തെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് ഇപ്പോൾ രാമക്ഷേത്രം സന്ദർശിക്കാനും രാമഭക്തരുടെ വോട്ട് നേടാനുമാണ് ശ്രമിക്കുന്നത് എന്ന വലിയ വിമർശനം കോൺഗ്രസിനെതിരെ BJP ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി അമേഠിയിലും റായ്ബറേലിയിലും ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള തീരുമാനം കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കോൺഗ്രസ് അധ്യക്ഷനും സോണിയാഗാന്ധിക്കും വിട്ടുനൽകിക്കൊണ്ടാണ് ഇന്നലെ ആ ഒരു യോഗം അവസാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഹൈക്കമാൻഡിൻ്റെതായിരിക്കും അമേഠിയിലും റായ്ബറേലിയിലും ആര് മത്സരിക്കണം എന്ന തീരുമാനം. KP ഇനി ഹൈക്കമാൻഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. എങ്കിലും ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും പരാജയഭീതി തന്നെയാണ് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന് മുന്നിലുള്ളത് എന്നതാണ് വാസ്തവം. ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.